സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് ബിശാറത മർകസിൽ ജാരി ലിനസ്റാനി ബിമഞ്ചേരി തറദ്ദത് തഹീത അംദാരി ബിശംസിൽ ഉലമാ ലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് ലമാ ജമഉ അകാബിറഹും ബിമക്തറഹു വകാദിബഹും ഫഖാബലഹും വഅൽസമഹും ഫശംസുൽ ഉലമാ ലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ಸತ್ಯವಿಶ್ವಾಸಿಯ ಮನದಲ್ಲಿ ನನ್ನ ಮನದ ಸಿಂಹಾಸನದಲ್ಲಿ ಕುಳಿತುಕೊಂಡ ವಿದ್ಯುತ ಜ್ಯೋತಿ ನನ್ನ ಶೈಖೂನಾ ಮದದಿ ಪುಣ್ಯನಾಮ ಶಂಸುಲ್ ಉಲಮಾ ಅಮರ ಚೇದನ. ಸತ್ಯವಿಶ್ವಾಸಿಯ ಮನದಲ್ಲಿ ನನ್ನ ಮನದ ಸಿಂಹಾಸನದಲ್ಲಿ ಕುಳಿತುಕೊಂಡ ವಿದ್ಯುತ ಜ್ಯೋತಿ ನನ್ನ ಶೈಖೂನಾ ಮದದಿ ಪುಣ್ಯನಾಮ ಶಂಸುಲ್ ಉಲಮಾ ಅಮರ ಚೇತನ. ಸತ್ಯದೀನಿನ ಫಲಕರಾಗಿ ಸತ್ಯಪಥವನ್ನು ನಮಗೆ ತೋರಿ, ಸತ್ಯದೀನಿನ ಫಲಕರಾಗಿ ಸತ್ಯಪಥವನ್ನು ನಮಗೆ ತೋರಿ, ಸತ್ಯದೀನಿನ ಆಶಯವನ್ನು ಜಗಕ್ಕೆ ಸಾರಿದರು. ನಮ್ಮ ಅಂತರಾಳದಿ ಮನೆಯ ಮಾಡಿ ಅಮರರಾದರು. ಸತ್ಯವಿಶ್ವಾಸಿಯ ಮನದಲ್ಲಿ ನನ್ನ ಮನದ ಸಿಂಹಾಸನದಲ್ಲಿ ಕುಳಿತುಕೊಂಡ ವಿದ್ಯುತ ಜ್ಯೋತಿ ನನ್ನ ಶೈಖೂನಾ ಮದದಿ ಪುಣ್ಯನಾಮ ಶಂಸುಲ್ ಉಲಮಾ ಅಮರ ಚೇತನ. ಜ್ಞಾನ ಶಿಖರವ ಎರಿದ ಉಲಮಾ ಯಾರು ಇಲ್ಲ ಶೈಖುನರಿಗ ಸಮ. ಜ್ಞಾನ ಶಿಖರವ ಎರಿದ ಉಲಮಾ ಯಾರು ಇಲ್ಲ ಶೈಖುನರಿಗ ಸಮ. ಪುಣ್ಯ ಸತ್ಯ ಸಮಸ್ತ ಸಂಗದ ನಾಯಕ ಇವರು. ಶೈಖಿ ಸತ್ಯದೀನಿನ ಸತ್ಯ ಆಶಯ ಜಗಕ್ಕೆ ಸಾರಿದರು. ಸತ್ಯವಿಶ್ವಾಸಿಯ ಮನದಲ್ಲಿ ನನ್ನ ಮನದ ಸಿಂಹಾಸನದಲ್ಲಿ ಕುಳಿತುಕೊಂಡ ವಿದ್ಯುತ ಜ್ಯೋತಿ ನನ್ನ ಶೈಖೂನಾ ಮದದಿ ಪುಣ್ಯನಾಮ ಶಂಸುಲ್ ಉಲಮಾ ಅಮರ ಚೇತನ. ಶೈಖುನಾ ಶಂಸುಲ್ ಉಲಮಾ ಮಕ್ಬರ ಕಾಣಲು ಕರುಣಿಸು ಅಲ್ಲಾಹನೇ, ಕಾಣಲು ಕರುಣಿಸು ಅಲ್ಲಾಹನೇ. ಶೈಖುನಾ ಶಂಸುಲ್ ಉಲಮಾ ಮಕ್ಬರ ಕಾಣಲು ಕರುಣಿಸು ಅಲ್ಲಾಹನೇ, ಕಾಣಲು ಕರುಣಿಸು ಅಲ್ಲಾಹನೇ. ಮಕ್ಬರ ಬಳಿಯಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡಲು ಭಾಗ್ಯವು ನೀಡು ಅಲ್ಲಾಹನೇ, ಭಾಗ್ಯವು ನೀಡು ಅಲ್ಲಾಹನೇ. ಶೈಖುನಾ ಶಂಸುಲ್ ಉಲಮಾ ಮಕ್ಬರ ಕಾಣಲು ಕರುಣಿಸು ಅಲ್ಲಾಹನೇ,
ಕಾಣಲು ಕರುಣಿಸು ಅಲ್ಲಾಹನೇ. ನಿಸರ್ಗ ಸುಂದರ ಪುದಿಯಂಗಡಿಗೆಂದು ಸಾಗುತ್ತ ಬರುವರು ಮುಸಲ್ಮಾನರೋ, ಸಾಗುತ್ತ ಬರುವರು ಮುಸಲ್ಮಾನರೋ. ಶೈಖುನ ಶಂಸುಲ್ ಉಲಮಾರ ಮಕ್ಬರ ಕಾಣಲು ಕರುಣಿಸು ಅಲ್ಲಾಹನೇ, കാണലു കരുണിസു അല്ലാഹനേ. ഏറ്റവും സ്നേഹാദരവ് നിറഞ്ഞ നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ, ശാഖയുടെ കർമ്മസാരഥിയും കൂടിയായ ഇബ്രാഹിം ഖലീൽ ഉസ്താദ്, പ്രാർത്ഥന കൊണ്ട് ധന്യമാക്കിയ അഭിവന്ദനായ ജവാദ് ഹുദവി ഉസ്താദ്, സ്വാഗത ഭാഷണം നടത്തിയ ശാഖയുടെ കർമ്മോത്സുകനായ വർക്കിംഗ് സെക്രട്ടറി പ്രിയപ്പെട്ട ഉബൈദ്, ഈ വേദിയിൽ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയിരിക്കുന്ന പ്രിയപ്പെട്ട അബ്ദുള്ള അസരി ഉസ്താദ്, നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഈ സ്കൂളിൻ്റെ ചെയർമാൻ പ്രിയപ്പെട്ട ചാൽക്കര അഹമ്മദാജി, നമ്മുടെ പള്ളങ്കോട് ജമാഅത്തിൻ്റെ കർമ്മോത്സുകനായ കർമ്മധീരനായ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അബ്ദുള്ള ഹാജി തൈവളപ്പ്, മേഖല ട്രഷറർ റാഷിദ് പള്ളങ്കോട്, പ്രിയപ്പെട്ട PB അലിക്കുഞ്ഞി ഹാജി, പ്രിയപ്പെട്ട നമ്മുടെ മദ്രസയുടെയും GCCയുടെ പ്രതിനിധിയായ പ്രിയപ്പെട്ട AY മുഹമ്മദ് കുഞ്ഞി, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട അസൈനാർ അടക്കമുള്ള പ്രിയപ്പെട്ട ഖാദർ ഫൈലി, മുഫത്തിഷ് ഉസ്താദ്, അലി ഫൈലി ഉസ്താദ് അടക്കമുള്ള ജമാഅത്തിൻ്റെ കർമ്മോത്സുകരായ നേതാക്കൾ, സുന്നി യുവജന സംഘത്തിൻ്റെ കർമ്മധീരരായ പ്രിയപ്പെട്ട സാരഥികൾ, SKSFൻ്റെ പ്രിയപ്പെട്ട അൻവർ സാദാത്ത്, അതേപോലെ തന്നെ സൽമാനുൽ ഫാരിസ് അടക്കമുള്ള അർഷദി ഉസ്താദ് അടക്കമുള്ള പ്രിയപ്പെട്ട ശാഖ നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പള്ളങ്കോട് ശാഖ SKSF കമ്മിറ്റി വർഷങ്ങളായി സംഘടിപ്പിച്ചു വരുന്ന ശംസുൽ ഉലമ നബ്ബറല്ലാഹു മർക്കദഹു, മഹാനായ ശൈഖുന കണ്ണിയത്ത് ഉസ്താദ് നബ്ബറല്ലാഹു മർക്കദഹു, ആമീൻ. മഹാന്മാരായ സമസ്തയുടെ മൺമറഞ്ഞുപോയ സാത്വികന്മാരുടെ അനുസ്മരണവും ആണ്ട് നേർച്ചയുമാണ് ഇന്നലെയും ഇന്നുമായി ഇവിടെ നടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും നല്ല സൂഫി സംഗീതം അവതരിപ്പിക്കുന്ന മൻസൂർ പുത്തനത്താണിയും ടീമും ഇതിനൊരൽപ്പം കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ക് മജ്ലിസ് നടത്തുകയാണ്. ഇതിൻ്റെ സമാപനം നമ്മുടെ നാടിനും നമുക്കെല്ലാവർക്കും വേണ്ടിയും അഭിവന്ദനായ സയ്യിദ് ഇബ്രാഹിം ബാത്തുഷാ തങ്ങൾ അൽ അസ്ഹരി കിന്യ, പ്രായമുള്ളവർക്കൊക്കെ അറിയാം, കിന്യ തങ്ങളെന്ന ഒരു കാലത്ത് ആത്മീയ ചക്രവാളത്തിൽ ഈ സമുദായത്തിൻ്റെ ആലംബമായിരുന്ന കർണാടകയിലെ മർഹൂം സയ്യിദ് അവറുകളുടെ മകനും കൂടിയാണ്. അദ്ദേഹം നമ്മുടെ ഈ പരിപാടിക്ക് സമാപനം കുറിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. അള്ളാഹുവിൻ്റെ റഹ്മത്താക്കപ്പെട്ട മഴ നമ്മുടെ പരിപാടിക്ക് മുമ്പ് വളരെ മനോഹരമായി അള്ളാഹു നൽകുകയും ഒരല്പം ഒരു ഇടവേള എന്നതിലുപരി നമ്മുടെ പരിപാടി ഇൻഷാ അല്ലാഹ് വളരെ ഭംഗിയിൽ തന്നെ നടത്താനുള്ള ഒരു വലിയ വിശാലമായൊരു സൗകര്യവും അള്ളാഹു നൽകിയ തൗഫീഖ് കൊണ്ടുള്ള വലിയൊരു സാഹചര്യവും നമുക്ക് അനുകൂലമായിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിവസങ്ങളായി രാത്രിയും പകലും ഇതിൻ്റെ നേർച്ച ഭണ്ഡാരങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ
അതുപോലെ തന്നെ ഇന്നത്തെ ചീരണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ആഹോരാത്രം പരിശ്രമിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. അള്ളാഹു മഹാനായ ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദിൻ്റെയും ഷംസുൽ ഉലമയുടെയും ബർക്കത്ത് കൊണ്ട് അള്ളാഹു അവർക്കൊക്കെയും അർഹിക്കുന്ന പ്രതിഫലം ഇരുലോകത്തും നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ 3 സഹോദരിമാർ ഹോസ്പിറ്റൽ ചികിത്സയിലാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവർക്കൊക്കെയും അള്ളാഹു ആജിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മുമ്പിൽ കാണേണ്ട നമുക്ക് നേതൃത്വം നൽകിയിരുന്ന, നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന, ഈ അടുത്ത് മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ട മർഹൂം യൂസുഫ് ഹാജി മോരങ്ങാനം, അതോടൊപ്പം തന്നെ കുണ്ടെടുക്കം അദ്ലഞ്ച, അങ്ങനെ ഒരുപാട് നമ്മെ നയിച്ചു പോയ നമ്മുടെ ഉമറാക്കളിൽപ്പെട്ട നേതൃത്വത്തിലെ പലരും പള്ളങ്കോട് പള്ളിയുടെ 6 അടി മണ്ണിൻ്റെ അടിയിൽ കിടക്കുകയാണ്. അല്ലാഹു ആ ഖബർ ജീവിതം മുഴുവനും എല്ലാവർക്കും, എൻ്റെ പിതാവടക്കം നാളെ ആണ്ടും കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, കുടുംബമിത്രാദികൾ, വേണ്ടപ്പെട്ടവർ, ഉസ്താദുമാർ, ഇന്ന് സമസ്തയുടെ കേന്ദ്ര മുഷാവർ അംഗമായ ലക്ഷദ്വീപിൻ്റെ ആത്മീയ നിറസാന്നിധ്യം കൂടിയായ അഭിവന്ദനായ സയ്യിദോരും വഫാത്തായിരിക്കുകയാണ്. അല്ലാഹു എല്ലാവരുടെയും ഖബർ ജീവിതം സ്വർഗത്തിൻ്റെ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. കൂടുതലായി സംസാരിക്കേണ്ട സമയം എന്നിൽ ഇല്ല എങ്കിലും പ്രിയപ്പെട്ട ജില്ലാ സെക്രട്ടറി ഇർഷാദ് ഉദവിയായിരുന്നു ഇന്നത്തെ ഉദ്ഘാടനം ചെയ്യേണ്ടത്. അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ചെറിയ ഒരു വീഴ്ച വന്നപ്പോൾ പരിക്ക് പറ്റിക്കൊണ്ട് തിരിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഉസാം ഉസ്താദും ഇബ്രാഹിം അസീർ ഉസ്താദും അവിടെ മുള്ളേരിയ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു കർത്തവ്യം കൂടി എന്നിൽ അർപ്പിതമായിരിക്കുകയാണ്. അല്ലാഹു പ്രിയപ്പെട്ട ഇർഷാദ് ഉദവിക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട യുവതലമുറയോടും അനുചരന്മാരോടും ഞാൻ ആദ്യം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മൺമറഞ്ഞു പോയ സാത്വികന്മാരായ 2 വലിയ പണ്ഡിതന്മാരുടെ പേരാണ് എവിടെ പോയാലും, ഫേസ്ബുക്ക് തുറന്നാലും സോഷ്യൽ മീഡിയകളിലും എവിടെ പോയാലും സ്ഥാപനങ്ങളും സൗധങ്ങളുമൊക്കെ ഷെയ്ഖുന ശംസുൽ ഉലമ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ള വലിയ വലിയ മഹാന്മാരുടെ നാമധേയങ്ങൾ കാണുകയാണ്. ആണ്ട് നേർച്ചകൾ നടക്കുകയാണ്. ആരാണ് ഈ മഹാന്മാരായ പണ്ഡിതന്മാർ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആധികാരിക പരമോന്നത പണ്ഡിത സഭയുടെ നേതൃനിരയിലെ നിറസാന്നിധ്യങ്ങളായി, ഈ ഉമ്മത്തിന് വഴികാട്ടികളായി, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയ ആദർശത്തിൽ പാറ പോലെ അടിയുറച്ചു നിന്നുകൊണ്ട് നിരവധി സാത്വികന്മാരായ, ആരിഫീങ്ങളായ, ഔലിയാക്കന്മാരായ, മഹോന്നതന്മാരായ നിരവധി പണ്ഡിത പ്രതിഭകളെ ഈ സമുദായത്തിന്, ഈ സമൂഹത്തിന് സമ്മാനിച്ച വലിയ മഹാന്മാരായിരുന്നു മഹാനായ ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദും മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമയും. മഹാനായ ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദ് തൻ്റെ 26-ാമത്തെ വയസ്സിൽ 1926 സമസ്ത രൂപീകരിക്കുമ്പോൾ അന്നത്തെ വലിയ വലിയ പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചെറുപ്പക്കാരൻ, അതും വലിയൊരു പണ്ഡിതനായിട്ട് കടന്നു വരുന്നു. 26 വയസ്സുള്ള മഹാനായ ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദ് സമസ്തയുടെ 26-ാമത്തെ മുഷാവറ അംഗമായി സമസ്തയുടെ കേന്ദ്ര മുഷാവറയിലേക്ക് സമസ്തയുടെ സ്ഥാപക സമയത്ത് തന്നെ കടന്നു വരികയാണ്. മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമയുടെ അഭിവന്ദനായ ഗുരുവും കൂടിയാണ്. ജീവിതത്തിൽ ഒരു ഖറാഅത്ത് പോലും ചെയ്യാത്ത, ഇന്നലെ ഉദ്ഘാടന ഭാഷണത്തിൽ നിങ്ങൾ കേട്ടുവല്ലോ, ജീവിതത്തിൽ ഒരു ഖറാഅത്ത് പോലും ചെയ്യാത്ത മഹാനായ കണ്ണിയത്ത് ഉസ്താദ് സാത്വികനായ പണ്ഡിതനായിരുന്നു. കേവലം ഒരു വാക്ക് മാത്രമല്ല, ജീവിതത്തിൽ ഒരു ഖറാഅത്ത് പോലും ചെയ്തില്ല എന്നുള്ളത് ഒരു ആലങ്കാരികമായ പ്രയോഗമല്ല. യഥാർത്ഥത്തിൽ അനുഭവിച്ച പണ്ഡിതന്മാർ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതത്തിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങളാണ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, അല്ലാഹു സുബ്ഹാനഹു തആല മഹാനുഭാവന്റെ മഹത്വം കൊണ്ട് അല്ലാഹു നമുക്കൊക്കെയും ആ മഹാനുഭാവന്റെ കൂടെ നാളെ
സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ജീവിതത്തിൽ ഒരു ഖറാത്ത് പോലും ചെയ്യാത്ത മഹാനാണ്, സാത്വികനാണ്. സമസ്തയുടെ പ്രസിഡന്റായി ദീർഘകാലം, മരണം വരെ, തൻ്റെ വഫാത്ത് വരെ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഈ പണ്ഡിത പ്രസ്ഥാനത്തെ നയിച്ച മഹാനാണ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ തെന്നിന്ത്യയിലെ അത്യുന്നതമായ മതകലാലയമാണ് പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജ്. മഹാനായ മുഫത്തിജ് ഉസ്താദും അലി ഫൈദി ഉസ്താദ് അടക്കമുള്ള മഹാന്മാരായ ഒരുപാട് ആലിമീങ്ങൾ പഠിച്ചു വളർന്ന സ്ഥാപനമാണ്. ആയിരക്കണക്കിന് ഫൈസി പണ്ഡിതന്മാർ ലോകത്തിലുടനീളം സേവനം ചെയ്തു വരികയാണ്. ആ പട്ടിക്കാട് ജാമിയ നൂരിയുടെ സുവർണ കാലഘട്ടമായിരുന്നു. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ സേവനത്തിലിരിക്കുന്ന സമയമാണ്. ഉസ്താദ് നാട്ടിലേക്ക് പോയപ്പോൾ, ഇശാ നിസ്കാരത്തിന് പള്ളിയിൽ കയറിയപ്പോൾ, ഇശായിന്റെ ജമാഅത്തിന് അവിടുത്തെ ഇമാം ഓതിയ സൂറത്തുൽ സിൽസാലായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ യൗമഇദിൻ യസ്തുറുൻ നാസു അഷ്താതൻ ലിയറൗ അഅ്മാലഹും فمن يعمل مثقال ذرة خيرا يراه ومن يعمل مثقال ذرة شرا يراه. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഇമാം ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് ഇമാം ഓതിയ സൂറത്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അന്നത്തെ രാത്രി മഹാനായ കണ്ണിയത്ത് ഉസ്താദിന് ഉറക്കം വന്നില്ല. മഹാനായ ശൈഖുന ദിവസവും പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിലേക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നു, ക്ലാസ്സിനിരിക്കുന്നു. തൻ്റെ പ്രഗത്ഭന്മാരായ ശിഷ്യഗണങ്ങള് ഉസ്താദിന്റെ സബക്കിന് വേണ്ടി, ക്ലാസ്സിന് വേണ്ടി അവിടെ ഇരിക്കുന്നു. കണ്ണിയത്ത് ഉസ്താദിന്റെ മുഖം എപ്പോഴുമുള്ള മുഖമല്ല. കണ്ണിയത്ത് ഉസ്താദിന്റെ കണ്ണിൽ നിന്ന് ബാഷ്പാഞ്ജലികൾ ഉറ്റി വീഴുകയാണ്. കണ്ണിയത്ത് ഉസ്താദ് ക്ലാസ് ആരംഭിക്കുന്നില്ല, സബക്ക് ആരംഭിക്കുന്നില്ല. തൻ്റെ ശിഷ്യഗണങ്ങൾ ചോദിച്ചു, എന്താ ഉസ്താദ് ഇന്ന് ക്ലാസ് ആരംഭിക്കാത്തത്? ഉസ്താദിന്റെ മുഖത്ത് വല്ലാത്ത മാറ്റമുണ്ട്, കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുന്നത് കാണുന്നു ഉസ്താദേ. മഹാനായ സാത്വികനായ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളിൽപ്പെട്ട മഹാനായ, ജീവിതത്തിൽ ഒരു ഖറാത്ത് പോലും ചെയ്യാത്ത റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് അവിടെ നിന്ന് അല്പസമയം കഴിഞ്ഞപ്പോൾ തൻ്റെ ശിഷ്യഗണങ്ങളോട് പറഞ്ഞു കൊടുത്തു, എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങള്, നമ്മൾ എത്ര തവണയാണ് ഇമാമിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഈ സൂറത്ത് കേട്ടത്? ഇന്ന് വരെ നമ്മുടെ മനസ്സിലേക്ക് മാനസാന്തരം വന്നിട്ടില്ല. ഹൃദയത്തോട് ഇറക്കി വെച്ചുകൊണ്ട് ചിന്തിച്ചോ മോമിനീങ്ങളെ. കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, ഞാൻ ഇന്നലെ ഇശാഇന് പള്ളിയിൽ പോയപ്പോൾ ഈ സൂറത്താണ് ഓതിയത്. അതിൻ്റെ അവസാനത്തൊരായത്തുണ്ടല്ലോ, അത് എനിക്ക് ഉറക്കം നഷ്ടപ്പെടുത്തി. ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്ക് വല്ലാത്ത ബേജാറാണ്, വല്ലാത്ത പ്രയാസമാണ്, വല്ലാത്ത ദുഃഖമാണ്. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. മഹാനായ ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നു, നാളെ പാരത്രികമായ ലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ചാണ് മുകളിലായി സൂര്യൻ കത്തിജ്വലിക്കുന്ന അങ്ങ് കഠിനമായ, കഠോരമായ, ഭീകരമായ, ബീഭത്സമായ അള്ളാഹുവിൻ്റെ കോടതിയുണ്ടല്ലോ. ആ മൈഷറാവൻ സഭയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ ആയത്താണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ.
ഒരാൾ അണുമണി തൂക്കം തിന്മ ചെയ്താൽ, ഒരാൾ അല്ലാഹുക്ക് പൊരുത്തപ്പെടാത്ത അണുമണി തൂക്കം തിന്മ ചെയ്താൽ, അത് പയറിന്റെ മണിയുടെ അതല്ലെങ്കിൽ കടുകുമണിയുടെ സമാനമായാലും അതിൻ്റെ ശിക്ഷ നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവന് കാണുന്നതാണ്. അതിൻ്റെ തിക്തഫലം അള്ളാഹിന്റെ മുമ്പിൽ അനുഭവിക്കേണ്ടവനാണ്. അണുമണി തൂക്കം തെറ്റ് ചെയ്താൽ അള്ളാഹിന്റെ മുമ്പിലേക്ക് ഞാൻ എങ്ങനെയാണ് കടന്നു പോകുന്നത്? അതിനെ ഓർത്തുകൊണ്ട് അഹമ്മദ് കരഞ്ഞത്. ഈ അഹമ്മദിന് ഉറക്കം വരാത്തതെന്ന് തൻ്റെ ശിഷ്യഗണങ്ങളോട് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു കൊടുത്തുവെങ്കിൽ ആ മഹാന്മാരുടെ ആത്മീയത, ആ മഹാന്മാരുടെ ഈമാനിന്റെ ശക്തി നമ്മൾക്ക് മനസ്സിലാകുമല്ലോ. ജീവിതത്തിൽ ഒരു ഖറാത്ത് പോലും ചെയ്തിട്ടില്ല, എന്നിട്ടും അള്ളാഹുവിൻ്റെ മുമ്പിൽ, അള്ളാഹുവിൻ്റെ മൈശറിലേക്ക് എങ്ങനെയാണ് ഈ കണ്ണിയത്ത് അഹമ്മദ് എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് കരഞ്ഞതാണ്, എന്ന് ചിന്തിച്ചുകൊണ്ട് ഉറക്കം വരാത്തതാണ്. നമ്മളാണെങ്കിലോ എത്രയോ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. എല്ലാ സൗഭാഗ്യങ്ങളും അല്ലാഹു നൽകിയിട്ടും അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കുന്ന മനുഷ്യന്മാരായ, അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കുന്ന എന്നെയും നിങ്ങളെയും കുറിച്ച് ഞാൻ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അവരൊക്കെ എങ്ങനെയാണ് ജീവിച്ചത്? അവർ ആരായിരുന്നു? അവർ അല്ലാഹുവിന്റെ ആരിഫീങ്ങളായിരുന്നു. അവർ വിലായത്തിന്റെ മാർഗത്തിൽ ജീവിച്ചവരായിരുന്നു. അവരാണ് ഈ സമസ്തക്ക് അസ്ഥിവാരമിട്ടത്. അവരാണ് ഈ സമസ്തയുടെ പ്രസിഡന്റായി ദീർഘകാലം ഈ ഉമ്മത്തിനെ നയിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് ഈ പ്രസ്ഥാനത്തിന് ഒരിക്കലും ഏതൊരു കാര്യത്തിലും ഒരു സമയത്ത് പോലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കേണ്ടി വന്നിട്ടില്ല, എവിടെയും പിഴവ് വന്നിട്ടില്ല. ഇത് അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കന്മാര് നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ്. അതുകൊണ്ടല്ലേ ശൈഖുന ശംസുൽ ഉലമ പറഞ്ഞത്, ഇത് പരിശുദ്ധമായ ദീനിന്റെ രൂപമാണ്, ഇത് സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ രൂപമാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുകയും മാത്രമല്ല, അല്ലാഹുവിനോട് നിരവധി ആലിമീങ്ങളെ മുമ്പിൽ ദുആക്ക് ഇജാബത്തുള്ള സാദാതീങ്ങളും ആലിമീങ്ങളുടെയും ഉമറാക്കളെ മുമ്പിൽ വെച്ചുകൊണ്ട് മഹാനായ സയ്യിദ് വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങളുപ്പാപ്പ അല്ലാഹുവിനോട് ദുആ ചെയ്തുവല്ലോ. അല്ലാ ഈ സമസ്തയുടെ പതാകയെ നീ അല്ലാഹുവേ ഇമാം മഹദിയിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സുന്ദരമായ പ്രസ്ഥാനം എന്നുള്ളത് മഹാന്മാരായ ആരിഫീങ്ങളാ, മഹാന്മാരായ ഔലിയാക്കൾ നയിച്ച പ്രസ്ഥാനമാണ്. അവർ സ്വാലിഹീങ്ങളായിരുന്നു, അവർ ആരിഫീങ്ങളായിരുന്നു. സ്വാലിഹീങ്ങളെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞുവല്ലോ, ആരിഫീങ്ങളെ കുറിച്ച് പറഞ്ഞുവല്ലോ, നല്ലവരെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞുവല്ലോ. വമൻ യുതിഇല്ലാഹ വറസൂല ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യിന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ആരാണ് അല്ലാഹുവിനെ, അവന്റെ റസൂലിനെ അനുസരിച്ചവരാരാണ്? ആരാണ് അവരിൽ വിശ്വസിച്ചവര്? ആരാണ് അനുസരിച്ചവര്? അവർ അല്ലാഹു അനുഗ്രഹിച്ചവരായ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ അല്ലാഹു അനുഗ്രഹിച്ചവരായ അന്നമല്ലാഹു അലൈഹിം. ആരാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ? മിനൻ നബിയ്യിന, അമ്പിയാക്കന്മാര്, അതേപോലെ തന്നെ സിദ്ദീഖീങ്ങള്, ശുഹദാക്കന്മാര്, സ്വാലിഹീങ്ങള് അവരോടൊപ്പമാണ്. മാത്രമല്ല വഅസ്ന ഉലൈക റഫീഖ, അവർ എത്ര നല്ല കൂട്ടുകാരാണ്, അവർ നല്ലവരാണ്. അവരെ കുറിച്ചാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. ഈ മഹത്തുക്കളായ സ്വാലിഹീങ്ങളായ മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, മഹാനായ ശൈഖുന ശംസുൽ ഉലമാ, ഈ മഹാന്മാര് നേതൃത്വം നൽകിയ മഹിതമായ പ്രസ്ഥാനമാണ്
സ്ഥാപനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ. അതുകൊണ്ടല്ലേ ഈ മഹാന്മാരെ അനുസ്മരിക്കുന്നത് എന്നുള്ളത് SKSSFന്റെ പള്ളങ്കോട് ശാഖാ കമ്മിറ്റി ഭാരവാഹികള് വർഷങ്ങളായി മഹാന്മാരെ അനുസ്മരിക്കുന്നു. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ, ദിക്റു സ്വാലിഹീന കഫാറ. ഈ സ്വാലിഹീങ്ങളുണ്ടല്ലോ, ഇത്തരം മഹാന്മാരായ സജ്ജരിതന്മാരായ സാത്വികന്മാരായ ഈ ആലിമീങ്ങളെ സ്മരിക്കലേ, ഈ ആലിമീങ്ങളെ ഓർമ്മിക്കലേ, അവരെ നല്ല കാര്യങ്ങൾ പറയൽ, അവരെ മൗലീദ് ഓതലൊക്കെ അത് പുണ്യമാണ്. മാത്രമല്ല കഫാറ, പാപങ്ങൾ പൊറുക്കാൻ അത് കാരണമാണെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ആണ്ട് നേർച്ച എന്ന് പറയുമ്പോൾ പള്ളങ്കോട്ടാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ നാടിൻ്റെ ആത്മീയ വെളിച്ചമാണ്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും, ഏത് പ്രയാസ ഘട്ടങ്ങളിലും, ഏത് കാറ്റിലും, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ സമുദായത്തിന് നേതൃത്വം നൽകിയ മഹാന്മാര് ഈ പള്ളങ്കോടിലെ സമസ്തയുടെ മക്കൾക്ക് വലിയ വികാരമാണ്, വലിയ വിശ്വാസമാണ്, വലിയ ആയുധമാണ്, വലിയ ആത്മീയതയാണ്, വലിയ സ്വീകാര്യതയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മഹാന്മാർ നമ്മളെ ഒരിക്കലും കൈവിടില്ല. പള്ളങ്കോടെന്ന് പറയുമ്പോൾ അത് മുറ പോലെ, ആചാര അനുഷ്ഠാനങ്ങളെ പോലെ ഈ മഹാന്മാരെ ഓർമ്മിക്കാത്ത സന്ദർഭങ്ങളില്ല. ഈ മഹാന്മാരെ കുറിച്ച് നല്ലത് പറയാത്ത വേദികളില്ല. അതുകൊണ്ട് എൻ്റെ SKSSFന്റെ അനുചരന്മാരായ ചെറുപ്പക്കാരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, നിങ്ങളുടെ പ്രവർത്തനങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ ത്യാഗങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ പരിശ്രമങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ ഈ പ്രയാസഘട്ടങ്ങളിലുള്ള നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളുണ്ടല്ലോ, നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് അത് പ്രതിഫലം കിട്ടുന്ന കർമ്മമാണ്, അത് കൂലിയുള്ള കാര്യമാണ്. അതുകൊണ്ട് സധൈര്യം നമ്മൾ വെച്ച കാല് ഇനിയും മുന്നോട്ട് ഗമിക്കുക. എൻ്റെ പ്രിയപ്പെട്ട അനുചരന്മാരെ, ഇത് വലിയ പുണ്യമായ സംഗതിയാണ്. മഹാന്മാരെ പിടിച്ചു കഴിഞ്ഞാൽ, നാളെ പരലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ സാത്വികന്മാരായ ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിൽ ഉലമാ, അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന കേവലം ഒരു വേഷമല്ല, കേവലം ഒരു നാടകമല്ല പ്രിയപ്പെട്ടവരെ. ഇത്തരം വലിയ ആലിമീങ്ങളെ, സാത്വികന്മാരായ ആരിഫീങ്ങളായ ഔലിയാക്കന്മാരായ അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കിയ ഈ മഹാന്മാർക്ക് നാളെ ഒരു അവസരമുണ്ട്. മഹ്ശറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ശുപാർശക്കുള്ള അധികാരമുണ്ട്, ശഫാഅത്തിനുള്ള അധികാരമുണ്ട്, അവിടെ പ്രാർത്ഥനയിൽ ഒരിടമുണ്ട്. അതുകൊണ്ടല്ലേ മഹാനായ ശംസുൽ ഉലമാ റബീഉൽ ആഖിറിലെ ആദ്യത്തെ ഞായറാഴ്ചക്ക് മുമ്പ് നടന്ന യോഗത്തിൽ പറഞ്ഞത്, അന്ന് വിദ്യാഭ്യാസ ബോർഡ് തീരുമാനമെടുത്തത്, അത് ഇന്നും പ്രാവർത്തികമായി ഓരോ മദ്രസകളിലും നടന്നു വരുന്നത്, റബീഉൽ ആഖിറിലെ ഒന്നാമത്തെ ഞായറാഴ്ച സമസ്തയുടെ പ്രാർത്ഥന ദിനമാണ്. സമസ്തയ്ക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്ത, സമസ്തയുടെ മൺമറഞ്ഞു പോയ ആലിമീങ്ങള്, സാദാത്യങ്ങള്, ഉമറാക്കള്, നിങ്ങളെപ്പോലെ നമ്മളെപ്പോലെ ഓടി നടക്കുന്ന എളിയ ഖാദിമീങ്ങളായ നമുക്കുള്ളതാണ് ആ പ്രാർത്ഥന. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് മദ്രസയുള്ള കാലത്തോളം, അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന പ്രാർത്ഥനയാണ്. അത് മാത്രം നമുക്ക് മതിയല്ലോ മുഅ്മിനീങ്ങളെ. അല്ലാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആരാണ് ആലിമീങ്ങള്, ആരാണ് പണ്ഡിതന്മാര്? യഥാർത്ഥ പണ്ഡിതന്മാരെ കുറിച്ച് മുത്തുനബി തങ്ങൾ പറഞ്ഞുവല്ലോ, അല്ലുലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരഗാമികളാണ്, അംബിയാക്കളുടെ അനന്തര അവകാശികളാണ് പണ്ഡിതന്മാര്. അംബിയാക്കളുടെ ചില എല്ലാ കാര്യങ്ങളും എന്നല്ല, ചില വിഷയങ്ങളൊക്കെ ഈ പണ്ഡിതന്മാരിൽ ഉണ്ടായേക്കാം. ചില സംസാരങ്ങള്, ചില പ്രവർത്തനങ്ങളൊക്കെ ഈ ആലിമീങ്ങളിൽ ഉണ്ടായേക്കാം. അവരാണ് യഥാർത്ഥ പണ്ഡിതന്മാര്, അവരാണ് അനന്തരഗാമികള്, അവരാണ് അൽ ഉലമാഉ വറസത്തുൽ അംബിയാ.
എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ ശംസുൽ ഉലമ 40 വർഷത്തോളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനിഷേധ്യനായ ജനറൽ സെക്രട്ടറി ആയിക്കൊണ്ട് ഈ ഉമ്മത്തിന് ദിശാബോധം നൽകിയ ഒരുപാട് ഔലിയാക്കന്മാരുടെ ഗുരുവര്യനായ ഒരുപാട് പണ്ഡിതന്മാരുടെ ഇന്ന് സമസ്തയുടെ 11ാമത്തെ പ്രസിഡന്റായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങളടക്കമുള്ള ഉത്തര മലബാറിലെ സിയാറത്ത് കേന്ദ്രമായ കോഴിക്കോട് മടവൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ CM വലിയുള്ളാഹി തങ്ങളുടെ ഉസ്താദായ നിരവധി ഔലിയാക്കന്മാരുടെ നിരവധി പണ്ഡിത പ്രഭുക്കളുടെ ഉസ്താദായ ശംസുൽ ഉലമ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ശംസുൽ ഉലമയുടെ ഹയാത്ത് കാലഘട്ടത്തില് മഞ്ചേരി എടക്കര ഭാഗങ്ങളില് ക്രിസ്ത്യൻ മിഷനറി പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഭാഗമായിട്ട് ദാരിദ്ര്യ കുടുംബത്തിൽപ്പെട്ട ചിലരെ ആ മതത്തിലേക്ക് ചേക്കേറിയപ്പോൾ അവർ ആ വഴിയിലേക്ക് കടന്നു പോയപ്പോൾ അന്ന് വലിയൊരു പ്രയാസങ്ങൾ ഈ ഉമ്മത്തിന് വന്നപ്പോൾ അവരെല്ലാവരും കൂടി ഒരാളെയാണ് സെലക്ട് ചെയ്തത് മറുപടി നൽകാൻ, അവർക്കുള്ള വാദങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ. അത് സമസ്തയുടെ സെക്രട്ടറി ആയിരുന്ന ലോകത്ത് തന്നെ അറിയപ്പെട്ട ലോകാലിമീങ്ങൾ വിളിച്ച പേരായ ശംസുൽ ഉലമ, പണ്ഡിത സൂര്യ തേജസായ ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവനയായിരുന്നു. അവിടെ ഞാൻ ആ ചരിത്രം വിശാലമായി പറയുന്നില്ല. അവസാനം ജോൺ മുണ്ടക്കൽ എന്ന ഇബ്രാഹിം മുണ്ടക്കൽ അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞുവല്ലോ, ആ സംവാദത്തിന് സാക്ഷ്യം വഹിച്ചവർ പറഞ്ഞുവല്ലോ, നിങ്ങൾ അമ്പിയാക്കളുടെ അനന്തരഗാമികളല്ലേ, അതേ നിങ്ങൾക്ക് അതിന്റെ ശക്തി ഉണ്ടാകുമല്ലോ. ശംസുൽ ഉലമ മറുപടി പറഞ്ഞു, അതേ അതിലേക്കുള്ള എല്ലാ ശക്തികളും അത്തരം ആലിമീങ്ങൾക്കുണ്ടാകും. എന്നാ ഞാൻ ചോദിച്ചു കൊള്ളട്ടെ അവസാനമായ ഒരു ചോദ്യം ശൈഖുനയോട്. നൂറുകണക്കിന് ജനങ്ങൾ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് അവരുടെ അവസാനത്തെ ചോദ്യമാണ്, ഈസാ നബിയെ മരിച്ചവരെ ജീവിപ്പിച്ചുവല്ലോ, എന്നാൽ നിങ്ങൾക്കതിന് സാധിക്കുമോ? ശംസുൽ ഉലമ അല്പനേരം മുഖം താഴേക്കിടുകയും അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം ശൈഖുന അവരോട് പറഞ്ഞു, എവിടെയടാ, ആരാണ് നീ, എവിടെയാണ് ഉള്ളത്, എവിടെയാണ് ബോഡിയുള്ളത്, ആരാ മരിച്ചിട്ടുള്ളത്, ആ ബോഡിയെ ഇങ്ങോട്ട് കൊണ്ടുവാ, ഞാൻ നിനക്ക് ജീവിപ്പിച്ച് തരാമെന്ന് ശംസുൽ ഉലമ അവിടെ നിന്ന് മറുപടി പറഞ്ഞപ്പോൾ പാതിരിമാർ പതറിയല്ലോ, മുട്ടുകുത്തിയല്ലോ. അതിന് നേതൃത്വം നൽകിയ ജോൺ മുണ്ടക്കൽ ഇസ്ലാമിന്റെ ശാന്തലമായ തീരത്തേക്ക് കടന്നു വന്നല്ലോ, ഇബ്രാഹിം മുണ്ടക്കലായി മാറിയല്ലോ. അങ്ങനെ ജീവിതത്തിൽ തന്നെ ഒരുപാട് അത്ഭുതം കാണിച്ചു വന്ന, ജീവിതത്തിൽ തന്നെ ഒരുപാട് കറാമത്തുകൾ കാണിച്ച മഹാനായിരുന്നു ശംസുൽ ഉലമ. നമുക്കറിയാം, നമ്മൾ കാസർഗോട്ടുകാരാണ്, നെല്ലിക്കുന്ന് മക്കാം ഉറൂസിന്റെ പോസ്റ്റർ കാണുന്നവരാണ്, അത് സോഷ്യൽ മീഡിയയിൽ കാണുന്നവരാണ്. നെല്ലിക്കുന്നിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട ഫഖീറായ ഒരു സാധുവായി ജീവിച്ച മനുഷ്യനായിരുന്നു. പക്ഷേ ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇത് വലിയാണെന്നറിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ വഫാത്ത് കഴിഞ്ഞ് അവിടുന്ന് ഉറൂസ് കഴിക്കാൻ ഒരു കൂട്ടം ആൾക്കാർ ശ്രമിച്ചപ്പോൾ മറ്റു കൂട്ടർ പറഞ്ഞു, ഇദ്ദേഹം വലിയല്ല, ഇതൊരു ഫക്കീറിനെ പോലെ നടന്ന മനുഷ്യനാണ്, ഇദ്ദേഹം വലിയല്ല. അങ്ങനെ അവർ തമ്മിലിടയിൽ അവർക്ക് പ്രയാസങ്ങളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, സംസാരങ്ങളുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവസാനം ആ നെല്ലിക്കുന്ന ജമാഅത്തുകാര് അന്ന് സമസ്തയുടെ നേതാവായിരുന്ന ഔലിയാക്കന്മാരോട് സംസാരിക്കാൻ കഴിവുള്ള, ഔലിയാക്കന്മാരുമായി അഭേദ്യമായ ബന്ധമുള്ള നിരവധി സ്ഥലങ്ങളിൽ ഔലിയാക്കളാണെന്ന് സ്ഥിരപ്പെടുത്തി കൊടുത്ത മഹാമനീഷിയായ ശൈഖുനയെ അവിടത്തേക്ക് കൊണ്ടുവന്നു. എല്ലാവരോടും മാറി നിൽക്കാൻ പറഞ്ഞു. ശൈഖുന മഖാമിന്റെ അരികിൽ
പള്ളിയിലേക്ക് നടന്നു നീങ്ങുന്നു, സലാം പറയുന്നു. അവിടെ ശംസുലമ എന്തൊക്കെയോ സംസാരിക്കുന്നു. അല്പസമയം കഴിഞ്ഞ് എല്ലാവരെയും വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഈ ഹനീഫ് പാപ്പ വലിയാണ്, ആരിഫാണ്, ഫഖീറാണ്, ഇത് വലിയാണ്, നമുക്ക് കൂട്ടമായി ദുആ ചെയ്ത് പിരിഞ്ഞു പോകാം, ഉറൂസ് കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കുള്ളതായ അഭിപ്രായങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത് ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ശംസുൽ ഉലമയുടെ ആ നാവിൽ നിന്ന് വന്നപ്പോ എല്ലാവരും ഐക്യകണ്ഠേന അംഗീകരിച്ചോ, ഇത് കടക്കുന്നത് വലിയാണ്, ഇത് പറയുന്നതും വലിയാണ്, അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. കുമ്പോൾ തറവാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇന്നത്തെ മഹാന്മാരായ സാദാത്യങ്ങളുടെ പിതാവായ പാപ്പങ്കോയ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീം, അവിടെയും ഇതേപോലെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോ ശംസുൽ ഉലമ പറഞ്ഞല്ലോ, ഇത് വലിയാണ്, ആരിഫാണ്. മഹാനായ ശംസുൽ ഉലമ വഫാത്ത് കഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ ബർക്കത്തിന് വേണ്ടി അവിടുത്തെ കണ്ണട കണ്ണിലേക്ക് വെക്കുന്ന മഹാനായ ശംസുൽ ഉലമ നേരിട്ട് മഹാനായ കുഞ്ഞിക്കോയ തങ്ങൾ പറയുകയുണ്ടായി, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത് വലിയായതുകൊണ്ടാണ്, അത് ആരിഫായതുകൊണ്ടാണ്, അത് ആ നാട്ടുകാർക്ക് ഉറപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളും ഓരോ പ്രയാസങ്ങൾ വരുമ്പോഴും ആ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കാൻ കെൽപ്പുള്ളൊരു മഹാനുണ്ടായിരുന്നു, ശംസുൽ ഉലമ. അത് ലോകത്തിന്റെ സൂര്യനാണ്, അത് ലോകത്തെ ആലിമീങ്ങൾക്കുള്ള സൂര്യനാണ്, സൂര്യന്റെ വെളിച്ചമാണ്. എത്രയോ ആലിമീങ്ങളുടെ ഉസ്താദാണ് ശംസുൽ ഉലമ. ഇന്ന് കേരളത്തിലുടനീളം, അത് ഗൾഫ് രാജ്യങ്ങളിലാകട്ടെ, ശംസുൽ ഉലമയുടെ നാമധേയങ്ങൾ കുറവാണ്. എവിടെ പോയാലും ശംസുൽ ഉലമ, ശംസുൽ ഉലമയാണ് കാണുന്നത്. മുഅ്മിനീങ്ങളെ, അത് ഖിയാമത്ത് നാൾ വരെ അത്തരം ആലിമീങ്ങള്, അത്തരം ഔലിയാക്കന്മാര്, അത്തരം സ്വാലിഹീങ്ങള് ഇവിടെ നിലനിൽക്കുന്നതാണ്, അവരുടെ സ്മരണ നിലനിൽക്കുന്നതാണ്. അല്ലാഹു ആ മഹാനുഭാവനോടൊപ്പം നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഒരുപാട് കറാമത്തുകൾ കാണിച്ച മഹാനായിരുന്നു, ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച മഹാനായിരുന്നു. ഒരുപാട് ചരിത്രങ്ങൾ നിങ്ങൾക്കറിയാം. ഇവിടെ കാലങ്ങളായി ആണ്ട് നടക്കുന്നത് കൊണ്ട് മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ കറാമത്തുകൾ അറിയാം. പള്ളങ്കോട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല, ശംസുൽ ഉലമയെ പറഞ്ഞു കൊടുക്കേണ്ടതില്ല, കണ്ണിയത്ത് ഉസ്താദിനെ പറഞ്ഞു കൊടുക്കേണ്ടതില്ല. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ അടുക്കലേക്ക് നിരവധി ആൾക്കാർ കടന്നു വരികയാണ് ദുആ ചെയ്യിപ്പിക്കാൻ, പല പരിപാടികൾക്കും ക്ഷണിക്കാൻ വേണ്ടി കടന്നു വരുന്നു. സൂഫിയായ കണ്ണിയത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് ഒരു ധനാഢ്യൻ കടന്നു വന്നു. കയ്യിലൊരു പൊതിയുമായിട്ടാണ് കടന്നു വന്നത്. ഉസ്താദിനോട് ദുആ ചെയ്യിപ്പിച്ചു. ഇറങ്ങാൻ നേരത്തെ കയ്യിലുണ്ടായിരുന്ന പൊതി ഉസ്താദിന് കൊടുത്തു. ഇതെന്താണെന്ന് കണ്ണിയത്തോറ് ചോദിക്കുന്നു. ഇത് ചായപ്പൊടിയാണ്. എന്തിനാണ് ഈ ചായപ്പൊടി? ഉസ്താദിന്റെ അടുക്കലേക്ക് സന്ദർശകർ വരുന്നുണ്ടല്ലോ, 100 കണക്കിന് സന്ദർശകർ വരുമ്പോ അവർക്ക് ചായ വെച്ച് കൊടുക്കാനാണ്. ചിന്തിക്കണം മുഅ്മിനീങ്ങളെ, അവരുടെ ആ വഴി നമ്മൾ മനസ്സിലാക്കണം മുഅ്മിനീങ്ങളെ. ആ മനുഷ്യനോട്, ധനാഢ്യനോട് പറയുക, ധനാഢ്യൻ അവിടെ നിന്ന് ഉസ്താദിനോട് പറയുകയാണ്, ഇത് ഇവിടെ വരുന്ന സന്ദർശകർക്ക് ചായ വെച്ച് കൊടുക്കാനുള്ള ചായപ്പൊടിയുടെ പൊതിയാണ്. ഉസ്താദ് നേരെ അത് വാങ്ങിക്കൊണ്ട് ഭാര്യന്റെ അടുക്കലേക്ക് പോയിക്കൊണ്ട് പറയുന്നു, ഭാര്യയെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഈ പൊതി ചായപ്പൊടിയാണ്, ഇത് എനിക്കോ നിനക്കോ നമ്മുടെ മക്കൾക്കോ ഉള്ളതല്ല. ഈ ചായപ്പൊടി ഇവിടെ വരുന്ന സന്ദർശകർക്കുള്ളതാണ്, ഇത് നമുക്കുള്ളതല്ല. സൂക്ഷ്മതയാണ്, സൂക്ഷ്മതയാണ് മുഅ്മിനീങ്ങളെ. അത്രയും സൂക്ഷ്മത കാണിച്ച ആരാണ്?
അപ്പോഴാണ് നമുക്ക് മറ്റൊന്ന് പറയാനുള്ളത്. പകരം വെക്കാനില്ലാത്ത സൂക്ഷ്മതയുടെ നേതാവായിരുന്നു മഹാനായ കണ്ണിയത്ത് ഉസ്താദ്. ഇന്നലെ ഇബ്രാഹിം അസരി പറഞ്ഞുവല്ലോ, 4 10 മത്തിയാണെന്ന് പറഞ്ഞപ്പോ 4 കൊടുത്തുകൊണ്ട് അന്നത്തെ 4 10 മത്തി വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോയി ഭാര്യയോട് പറഞ്ഞല്ലോ, 4 10 മത്തി കിട്ടിയിട്ടുണ്ട്, നല്ല കറി വെക്കണമെന്ന് പറഞ്ഞു. മുറിക്കാൻ തുടങ്ങിയപ്പോൾ 12 മത്തി കാണുന്നു. ആ 2 മത്തി മുറിക്കാതെ ഉസ്താദിനോട് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട സാത്വികനായ സൂക്ഷ്മതയുടെ പര്യായമായ കണ്ണിയത്ത് ഉസ്താദ് വീണ്ടും മാർക്കറ്റിലേക്ക് ആ കൊട്ടയിൽ ആ 2 മത്തിയുമായി വന്നുകൊണ്ട് ആ മത്സ്യ വിൽപ്പന നടത്തുന്ന ആളുടെ മുമ്പിലേക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു, 4 10 മത്തിയല്ലേ, ഇതിൽ 2 അധികമുണ്ട്. സുബ്ഹാനല്ലാഹ്. കണ്ണിയത്ത് ഉസ്താദിന്റെ വാക്ക് കേട്ടുകൊണ്ട് അയാൾ നിശബ്ദയായി. എന്നിട്ട് അയാൾ പറഞ്ഞു, ഉസ്താദേ, ഉസ്താദിനോടുള്ള ബഹുമാനം കൊണ്ടാണ് 2 മീഞ്ഞ നിങ്ങൾക്ക് അധികം നൽകിയത്. അത് നീ പറയണമല്ലോ, നമ്മൾ മനസ്സിലാക്കണം, അത് നീ പറയണമല്ലോ. 10 മത്തിയാണത്, 2 അധികം ഇട്ടിട്ടുണ്ടെന്ന് നീ പറയാത്തത് എന്താണ്? അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നത്. ഇത്രയും സൂക്ഷ്മത കാണിച്ച, ഒരു കറാത്ത് പോലും ചെയ്യാത്ത സാത്വികനായ മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നേതൃത്വം നൽകിയ, പ്രസിഡന്റായി ദീർഘകാലം ഈ പ്രസ്ഥാനത്തെ നയിച്ച മഹാനാണ്. ഇത്തരം മഹാന്മാരെ സ്മരിക്കല്, ഇത്തരം മഹാന്മാരുടെ മദത്, അവരുടെ ആ മൗലീദ് പറയല്, അത് വലിയ പുണ്യമാണ്. അത് പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ്. അതിനു വേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങള്, നേർച്ചകള്, ആട് നേർച്ച കൊടുക്കുന്നവരില്ലേ, പണം നേർച്ച കൊടുക്കുന്നവരില്ലേ, ഓരോ ദിവസം ഒഴിവരാതെ എല്ലാ ദിവസവും നേർച്ച ഡബ്ബിയിൽ പണം മുടുന്നവരുണ്ട്. അതൊരു വലിയ കരുത്താണ്, അത് വലിയൊരു നീയത്താണ്. നമ്മൾക്കൊരിക്കലും പ്രയാസം വരൂല. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിൽ ഫാത്തിഹ ഓതാൻ മറക്കല്ലേ. അതേപോലെ ശംസുൽ ഉലമയുടെ പേരിൽ ഫാത്തിഹ ഓതാൻ മറക്കല്ലേ. അത് വലിയ മഹാന്മാരാണ്. അവരെ പിടിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ ഒരിക്കലും കൈവിടൂല, ഏത് പ്രയാസഘട്ടങ്ങളിലും കൈവിടൂല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, മഹാനായ ശൈഖുന ശംസുൽ ഉലമാ, ശൈഖുനയുടെ പേരിൽ എപ്പോഴും ഫാത്തിഹ ഓതുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിലെ ആലിപ്പറമ്പ് എന്ന സ്ഥലത്താണ്. ആ ചെറുപ്പക്കാരന് വയറുവേദന വന്നു. അങ്ങനെ ഡോക്ടർമാരെ സമീപിച്ചപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, സിസേറിയൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം ശൈഖുന ശംസുൽ ഉലമാന്റെ ഹദ്റത്തിലേക്ക് പോയിക്കൊണ്ട് തന്റെ സങ്കടങ്ങൾ പറഞ്ഞു, യാസീനോദി ദുആ ചെയ്ത് വീട്ടിലേക്ക് മടങ്ങി. നാളെ ഓപ്പറേഷൻ ചെയ്യേണ്ട ദിവസമാണ്. അർദ്ധരാത്രി നേരത്ത് അതാ സ്വപ്നത്തിലൂടെ മഹാനായ ദാവൂദുൽ ഈ മുത്തുപേട്ടയിൽ വിശ്രമം കൊള്ളുന്ന മഹാന്മാരായ ഔലിയാക്കന്മാരുടെ സാന്നിധ്യത്തില് അദ്ദേഹത്തിന്റെ മുഴ നീക്കം ചെയ്യുന്നു. അദ്ദേഹം ഉറക്കിലാണ്. രാവിലെ ഉണർന്നപ്പോൾ ബെഡ്ഷീറ്റ് മുഴുവനും രക്തത്തിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വീട്ടുകാർക്ക് അറിയിക്കുന്നു. വീട്ടുകാരത് നോക്കുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിക്കുന്നു. മുഴയില്ല, ഓപ്പറേഷൻ വേണ്ട. മഹാനായ അരിമ്പ്ര ഉസ്താദ് തന്റെ മൗലീദ് കിതാബിൽ, താൻ രചിച്ച മൗലീദ് കിതാബിൽ അതൊക്കെ വിശാലമായി എഴുതിയിട്ടുണ്ട്. ലഹ്മത്തൽ വറമി, മഹാനായ അരിമ്പ്ര ഉസ്താദ് അത് വിശാലമായി എഴുതിയിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത്ര വലിയ കറാമത്തുകൾ കാണിച്ച മഹാനാണ് ശംസുൽ ഉലമാ കണ്ണിയത്ത് ഉസ്താദ്. അതേപോലെ വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങൾ ഉപ്പാപ്പ മുതല്, അങ്ങ് കണ്ണിയത്ത് ഉസ്താദ് മുതല്, അങ്ങ് ശംസുൽ ഉലമ മുതല്
മുതല്, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാര് മുതല്, വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാര് മുതല്, വാണിയമ്പലം ഉസ്താദ് മുതല്, അങ്ങനെ മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്, കാളമ്പാടി ഉസ്താദ്, അതേപോലെ മിത്തബയിൽ ജബ്ബാർ ഉസ്താദ്, ഒരുപാട് മഹാന്മാര് സമസ്തയെ നയിച്ചുവല്ലോ. ഈ മഹാന്മാരൊക്കെയും ഒരുപാട് കറാമത്തുകൾ കാണിച്ച മഹാന്മാരാണ്, ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചവരാണ്, ഈ ഉമ്മത്തിന് നേതൃത്വം നൽകിയവരാണ്. അവർക്ക് പിഴവൊന്നിയിട്ടില്ല, അവർക്ക് ഒരിക്കലും ഇസ്ലാം സുന്നത്ത് ജമാഅത്തിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ അവർക്ക് പ്രയാസം വന്നിട്ടില്ല. അവർ ജൈത്രയാത്ര തുടർന്നു, അള്ളാഹുവിന്റെ ദീനിലായി. നമ്മുടെ ഇഷ്ക് മജ്ലിസിന്റെ നായകന്മാരൊക്കെ കടന്നു വരികയാണ്. അള്ളാഹു നല്ലതുപോലെ ഈ പരിപാടി അവതരിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ്